വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കമ്മലും അതേപോലെ ഇൻവിസിബിൾ ചെയിനും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുന്തൻ സ്റ്റോൺ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ഗമ്മ് വേണം. ഗമ്മ് നമ്മൾ ആദ്യം OHP ഷീറ്റിലേക്കാണ് നമ്മൾ കുറച്ച് ഗമ്മ് പുരട്ടുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കമ്മലാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിലും ഗൂഗിളിലും ഇപ്പം നമുക്ക് ChatGPT ജെമിനി പോലുള്ള ആപ്പിലൊക്കെ നമ്മൾ ചുമ്മാ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ പർപ്പിൾ കളർ കുന്തൻ സ്റ്റോണും വൈറ്റ് കുന്തൻ സ്റ്റോണും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ സ്റ്റോണൊക്കെ ഞാൻ ഈ ഒരു ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ യൂസ് ചെയ്യുന്ന പെൻ എന്ന് പറയുന്നത് ഗ്ലൂ പെന്നാണ്. നമുക്കത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ ഈ സ്റ്റോൺ ആണെങ്കിലും എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഈ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വാക്സ് ഷീറ്റ് ആണ്. അത് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ കമ്മിന്റെ ബാക്കിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഞാനൊരു പെൻ വെച്ചൊന്ന് വരച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതിന്റെ ബാക്കിൽ കുറച്ച് ഗമ്മും കൂടെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ അതിന്റെ ബാക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഇയറിംഗ്സിന്റെ ബാക്ക് പിൻ ഉണ്ടല്ലോ ആ ഒരു പിന്ന് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അതും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കമ്മല് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത് ഓൺലൈൻ ഷോപ്പിൽ നിന്നും പിന്നെ അടുത്തുള്ളൊരു കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മീഷോയിലും ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇത് കിറ്റായിട്ടും കിട്ടും. ജ്വല്ലറി മേക്കിംഗ് കിറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതേ ഞാൻ ആ രണ്ടാമത്തെ കമ്മലും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിന്റെ ആ പശ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോണൊക്കെ ഇളകി വരാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ ആദ്യത്തെ കമ്മൽ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യണം. അപ്പൊ ഞാൻ ആ ബാക്കിലേക്ക് കുറച്ച് പശയൊക്കെ ഒന്ന് തേച്ചതിന് ശേഷം പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇയറിംഗ് പിന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പശ തേക്കുന്നത്. അപ്പൊ ആ തേച്ചതിന് ശേഷം ആ പിന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ അതും ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മളെപ്പോൾ പശ തേച്ചാലും അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻവിസിബിൾ ചെയിൻ ആണ്. അപ്പൊ ആ ചെയിനിന് ആവശ്യമായിട്ടുള്ള ഒരു പെൻഡന്റ് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരു ചെയിൻ ഉണ്ടാക്കാനായിട്ടാണ് ഇരുന്നത്. പിന്നെയാണ് എന്നാ 2 കമ്മലും കൂടെ ഉണ്ടാക്കിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഞാനൊരു സിമ്പിൾ ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ചന്ദനത്തിരി ഉണ്ടല്ലോ, ചന്ദനത്തിരി കത്തിച്ചിട്ട് ആ സൈഡിലൊക്കെ ഒന്ന് ആ തീ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉരുകി ആ ഒരു ഷേപ്പിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വാക്സ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ഐപ്പിന്നാണ്. ഇതാണ് സാധനം. അപ്പോൾ നമുക്കതൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അത്രയും ലെങ്ത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ആ പെൻഡന്റ് നമ്മൾ ഉണ്ടാക്കിയില്ല, പെൻഡന്റിന്റെ ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിലേക്ക് കുറച്ച് പശ തേക്കുന്നുണ്ട്. പശ തേച്ചതിന് ശേഷം ആ പെൻഡന്റ് ഒന്ന് നേരെ നമുക്ക് ഒട്ടിക്കാം. അതായത് നമ്മളിപ്പം ഇൻവിസിബിൾ ചെയിനകത്തേക്ക് നമ്മൾ ആ ഗിയർ വയറിനകത്തേക്ക് ഇത് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് പശയും കൂടെ ഞാൻ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വാക്സ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വാക്സ് പേപ്പറും കൂടെ ഇതിനകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങി നമുക്കിനി ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഗിയർ വയർ ആണ്. അപ്പൊ ഈ ഗിയർ വയർ ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ്. നമുക്കിത് ചെയിനിന് ആവശ്യമായ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഗിയർ വയറിന്റെ ഒരറ്റത്തേക്ക് ഗിയർ ലോക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന്റെ കൂടെ തന്നെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഗിയർ വയർ ഗിയർ ലോക്കിനുള്ളിൽ കൂടെ നമുക്ക് കയറ്റി ഇറക്കാം. എന്നിട്ട് ഗിയർ ലോക്ക് കുറച്ച് ടൈറ്റ് ആക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടൈറ്റ് ആക്കി ഒന്ന് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് പ്ലെയർ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പ്ലെയർ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഗിയർ ലോക്ക് അവിടെ നല്ലതുപോലെ ഇരിക്കത്തുള്ളൂ. ബാക്കി വന്ന കുറച്ച് വയർ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് വയറിന്റെ മറ്റേ അറ്റത്തോട് കൂടി വേണം നമുക്ക് ഗിയർ ലോക്കും അതേപോലെ ബീഡ്സും ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഒരു 3 സെറ്റായിട്ടാണ് ഞാൻ ഇടുന്നത്. ഒരു ഗിയർ ലോക്ക്, 2 ബീഡ്സ്, പിന്നെ ഒരു ഗിയർ ലോക്ക്, ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ പെൻഡന്റും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെൻഡന്റിന്റെ 2 അറ്റത്തുമായിട്ട് 2 ഗോൾഡൻ ബീഡ്സും ഇടുന്നുണ്ട്. ഗിയർ ലോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാൻ ലെങ്ത് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എത്ര ഡിസ്റ്റൻസ് അളവിലാണ് വരേണ്ടതെന്നൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഗിയർ ലോക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലപോലെ ഒന്ന് പ്രസ് ആക്കിയതിന്
ശേഷം ഈ വയറിന്റെ ഇപ്പുറത്തെ വശം നമുക്കൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ജമ്പിംഗ് റിങ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ അപ്പുറത്ത് ചെയ്തതുപോലെ തന്നെ ആ ഗിയർ ലോക്കിനകത്തൂടെ വയർ കയറ്റി ഒന്ന് ലോക്ക് ആക്കിയിട്ട് ബാക്കി വരുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്കി 2 ജമ്പിംഗ് റിങ്സ് കൂടെ ഞാനൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് കയറ്റിയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ശക്തിയായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ അതൊന്ന് ലോക്ക് ആയിക്കോളും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇൻവിസിബിൾ ചെയിനൊക്കെ ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്. കമ്മൽ സെല്ല് ചെയ്യുന്നില്ല, കമ്മൽ ഞാൻ വെറുതെ ഉണ്ടാക്കി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ഇൻവിസിബിൾ ചെയിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും കമ്മൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ ഞാനത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.